എല്ലാവർക്കും അടുക്കളത്തോട്ടത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഓരോ കൃഷിയെക്കുറിച്ചാണ് ഒരു ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് സാധാരണ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നതാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് അവർ വിഷവസ്തുക്കളോ രാസവസ്തുക്കളോ ഒക്കെ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്നത് പല സ്റ്റേറ്റ് കടന്നാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പക്ഷേ അത് നല്ലപോലെ ഉണ്ടാകുന്നൊരു സാധനമാണ്. നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറിയിൽ പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ് ഇരിക്കുമ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഇരിക്കുമ്പോൾ അത് കിളിർക്കാറുണ്ട്. കിളിർത്ത് തുടങ്ങിയാൽ അങ്ങനെയുള്ളത് കറി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മൾ മുറിച്ച് നടാം. ഒരു 12 മണിക്കൂറെങ്കിലും മുറിച്ച് വെച്ചിരുന്നാൽ അതിൻ്റെ ആ പഴക്കം ഉണങ്ങും. അത് കഴിഞ്ഞിട്ട് നടുന്നതാണ് നല്ലത്, വെള്ളം വലിഞ്ഞ് കഴിഞ്ഞിട്ട്. ഒരു ദിവസം 2 ദിവസം ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഒരു ഉരുളക്കിഴങ്ങ് തന്നെ 3, 4, 5 ആയിട്ടൊക്കെ മുറിച്ച് നടാൻ പറ്റും. ചെറിയ ഉരുളക്കിഴങ്ങാണ് അവിടെ നടാൻ പറ്റും. കേരളത്തിൽ നല്ലപോലെ ഉണ്ടാകുന്നതാണ്. ഞാൻ സാധാരണ ഗ്രോ ബാഗിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഡ്രമ്മിൻ്റെ അകത്തോ ഒക്കെ വെച്ച് കളിപ്പിക്കാറുണ്ട്. നല്ലവണ്ണം ഉണ്ടാകുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അടുക്കള തോട്ടത്തിൽ നമ്മുടെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ അല്പസ്ഥലത്ത് എവിടെയെങ്കിലും ഒരു ബക്കറ്റിലോ പഴയ ബക്കറ്റുകളിലോ എവിടെയെങ്കിലുമൊക്കെ ചില മണ്ണ് നിറച്ച് ഉരുളക്കിഴങ്ങ് മുറിക്കാതെ നമുക്ക് നടാം. നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളത് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. മഴക്കാലത്താണെങ്കിൽ ഇത് പെട്ടെന്ന് വാടിക്കരിഞ്ഞു പോകാതെ അത് നീണ്ടു വരുമ്പോൾ അത് തലപ്പ് നീണ്ടു പോകുന്നതനുസരിച്ച് മുട്ടിന് മണ്ണിട്ട് കൊടുത്താൽ മതിയാകും. എല്ലാ മുട്ടിലും ഉരുളക്കിഴങ്ങുണ്ടാകും.